ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ നിലപാടിൽ ഉറച്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. ജമാഅത്തെ ഇസ്ലാമിക്ക് മാറ്റം വന്നെന്ന് കരുതുന്നില്ല എന്ന് കാന്തപുരം പറഞ്ഞു. ആശയങ്ങളും ആദർശങ്ങളും പഴയത് തന്നെ. സമസ്തയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ മധുരം നുണയേണ്ട ആവശ്യമില്ലെന്നും കാന്തപുരം പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. മാറ്റം വന്നു എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഒരു നേതാവിനെ തള്ളി പറഞ്ഞതുകൊണ്ട് മാത്രം ആയില്ല. ആ നേതാവ് ഇവിടെ പ്രചരിപ്പിച്ച ആശയങ്ങളും ആദർശങ്ങളും ഗ്രന്ഥങ്ങളുമുണ്ട്. അതൊക്കെ ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ആ പറയുന്ന വാക്ക് സത്യമാവുകയുള്ളൂ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്കേതായാലും ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ മധുരം ആവശ്യമില്ല. ഒരിക്കലും ഞങ്ങൾ സുന്നികളെ സംബന്ധിച്ചുള്ള അവരെ കയ്പ് രുചിച്ചവരാണ്. വിവരങ്ങളുമായി അനൽക സെയ്ദുണ്ട്. അനൽക, ജമാഅത്തെ ഇസ്ലാമിയുടെ മാറ്റം വന്നെന്നുള്ള വി.ഡി. സതീശിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ഇങ്ങോട്ട് വിവിധങ്ങളായ വിവാദങ്ങളെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കാന്തപുരം പറഞ്ഞു വെക്കുകയാണ് അവർ എന്താണ് കരുതുന്നില്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് മാറ്റം വന്നെന്ന് കരുതുന്നില്ല എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞു വെക്കുന്നു. എത്തരത്തിലായിരുന്നു വാക്കുകൾ? അതിനെ എങ്ങനെ മനസ്സിലാക്കണം? സംഗീത ഇന്ന് രാവിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ രാവിലെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് BJP ഒഴികെയുള്ള എല്ലാവരും ജമാഅത്തെ ഇസ്ലാമിയുടെ മധുരം നുണഞ്ഞിട്ടുണ്ടെന്നൊരു പ്രസ്താവന രാവിലെ അമീർ പി മുജീബ് റഹ്മാൻ മാധ്യമങ്ങളെ കണ്ട സമയത്ത് നടത്തി. അതിനുശേഷമാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട സമയത്ത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതായത് സമസ്തയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ മധുരം നുണയേണ്ട ആവശ്യമില്ല, സുന്നികൾക്ക് കയ്പ് മാത്രമാണ് ലഭിച്ചതെന്നൊരു പ്രസ്താവനയാണ് കാന്തപുരം നടത്തി. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് മാറ്റം വന്നിട്ടില്ല. ഒരു നേതാവിനെ തള്ളിപ്പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു നേതാവിനെ തള്ളിപ്പറഞ്ഞത് കൊണ്ട് മാത്രം ജമാഅത്തെ ഇസ്ലാമി മാറ്റുമെന്ന് പറയാനാവില്ല. ആശയങ്ങളും ആദർശങ്ങളും പഴയത് എന്ന് തന്നെ ഒരു പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മുമ്പ് കാന്തപുരം വിഭാഗം ഇതേ സമാനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായിട്ടുള്ള അബ്ദുൽ മജീദ് തള്ളിപ്പറഞ്ഞ രീതിയിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ സുന്നി കാന്തപുരം വിഭാഗം വീണ്ടും നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് നേതാവിനെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടേത് തന്നെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ ഉൾപ്പെടെ ഇപ്പോഴും ഈ പല ബുക്ക് സ്റ്റാളുകളിലൊക്കെ തന്നെ ലഭ്യമാണ്. അത്തരം പ്രസിദ്ധീകരണങ്ങളൊക്കെ തന്നെ അത് പിൻവലിക്കാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറുണ്ടെന്ന കാര്യം അന്ന് കാന്തപുരം വിഭാഗം ഉയർത്തുകയും ചെയ്തിരുന്നു. അതിന് സമാനമായിട്ടുള്ളൊരു നിലപാടാണ് ഇന്ന് ഈ മാധ്യമങ്ങളെ കണ്ട സമയത്ത് എ പി അബൂബക്കർ മുസ്ലിയാർ വീണ്ടും ഉന്നയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് സമാനമായിട്ടുള്ള ഒരു നിലപാട് സമസ്ത EK വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നിലപാട് ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിലപാട് കാന്തപുരം വിഭാഗം ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ കാന്തപുരം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്ക് മാറ്റം വന്നു എന്ന് വിചാരിക്കുന്നില്ല, അത് ഒരു ആശയങ്ങളും ആദർശങ്ങളും പഴയത് തന്നെ എന്ന് വീണ്ടും ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. സംഗീത, ശരി അനൽക.